ഹായ് ഗൈസ്, ഞാനത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ഞാൻ ഫ്രണ്ടിനോട് ചോദിച്ചു തിരുവനന്തപുരം ലാംഗ്വേജിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തെ എന്നോട് ഓടെ എനിക്ക് ഇച്ചിരി പഞ്ചാരയുണ്ട്, ഞാൻ ഇച്ചിരി പായസമൊക്കെ കുടിക്കും, പുളിയൊക്കെ കഴിച്ചങ്ങ് പോകും. എന്നിട്ട് പിന്നെ പഞ്ചാര മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ബി പിയും പിന്നെ ഹാർട്ടിൻ്റെ അസുഖവും ഒന്നും ഇല്ലല്ലോ, സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പഞ്ചാര മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന പഞ്ചാരയാണ് നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നത് ഈ രക്തസമ്മർദ്ദം, പ്രമേഹവും ഹൃദ്രോഗവും എല്ലാം വ്യത്യസ്തമായ അസുഖങ്ങളാണ്, ഒരു സെപ്പറേറ്റഡ് ആയ അസുഖങ്ങളാണെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ 80കളിൽ ജെറാൾഡ് റിവർ എന്ന ശാസ്ത്രജ്ഞൻ ഈ രോഗങ്ങൾ ഓരോന്നും ഒരേ രോഗത്തിൻ്റെ പല മുഖങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ അവസ്ഥയാണ് മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിക് സിൻഡ്രം പ്രമേഹത്തോടനുബന്ധിച്ച് ഒരു വ്യക്തിയിൽ ഈ പറയുന്ന രോഗങ്ങളെല്ലാം വരുമ്പോഴാണ് അതിൻ്റെ മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിക് സിൻഡ്രത്തിന് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പം ഇതാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനും ഒക്കെ കാരണമാവുന്നത്. ഒരു അടിസ്ഥാനപരമായ ക്രമക്കേടാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇത് പിന്നെ എന്തൊക്കെയായിട്ട് രക്തസമ്മർദ്ദം, ഹൈ കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക്, പ്രമേഹം ഒക്കെയായി മാറും. ഇതിന് കാരണമോ നമ്മുടെ ശരീരത്തിലെ അമിതമായ കൊഴുപ്പ്. ഈ അമിതമായ കൊഴുപ്പ് ഫ്രീ ഫാറ്റി ആസിഡ് ആയിട്ട് രക്തത്തിൽ കലർന്ന് കോശങ്ങളിൽ കേടുപാടുകൾ വരുത്തുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ, നിങ്ങളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുമുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കണം, ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാം. എൻ്റെ വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം, അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം. ഞാൻ ഈ ഇടയ്ക്ക് കേട്ടൊരു വലിയ ഒരു സ്റ്റോറിയാണ്. ഈ ഡയാലിസിസ് വരുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇതൊരു പഞ്ചാരയല്ലേ, അതങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. പക്ഷേ ഈ കുട്ടികളിൽ വലിയ ആഘാതം ഉണ്ടാക്കും. 99% മാർക്ക് മേടിച്ചൊരു കുട്ടി രക്ഷിതാവിന് ഡയാലിസിസ്